നമസ്കാരം. ജോൺ ബ്രിട്ടാസിന്റെ ചിന്ത അദ്ദേഹമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പൻ എന്നാണ്. കേരളത്തിലൊരു പിണറായി വിജയൻ പറയുന്നു അദ്ദേഹമാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പനെന്ന്. ഇതിൽ ആരാണ് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തലതൊട്ടപ്പനെങ്കിലും നേരെ ചൊവ്വേ ആ പാർട്ടി മുന്നോട്ട് പോകുന്നില്ല എന്ന കാര്യം കേരളത്തിലെ പൊതുജനത്തിന് മുഴുവനും അറിയാം. ഇനി അത് കുറച്ചുകൂടി വ്യക്തമാക്കി മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയാണ്, അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് അറിയുന്നതിലും കൂടുതൽ ഭാരതത്തിലെ മുഴുവൻ ജനങ്ങൾക്കും ആ ബോധ്യം ഉണ്ടാക്കി കൊടുക്കാനാണ് ജോൺ ബ്രിട്ടാസ് പാർലമെന്റിലേക്ക് പോയിരിക്കുന്നത്. പാർലമെന്റിൽ വെച്ച് പരസ്യമായി ഒരു MP സ്വന്തം അമ്മയെ വിളിക്കുമ്പോൾ ഇളിച്ചുകൊണ്ട് തൊഴുതു കാണിക്കുന്ന ബ്രിട്ടാസിന്റെ ഗതികേടോർത്ത് ചിരി വരികയാണ്. അല്ല ബ്രിട്ടാസെ, ഇതിന് 2 ദിവസം മുന്നേ ഒരു SFI നേതാവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പാർട്ടി ഓഫീസിലേക്ക് കാക്കി ധരിക്കാതെ പോലീസ് കയറിയെന്നും പറഞ്ഞ് എന്തൊക്കെ പ്രകടനങ്ങളാണ് കാണിച്ചു കൂട്ടിയത്. ഇനി അത് പോട്ടെ, ജന്തർ മന്ദറിൽ പ്രക്ഷോഭ സ്ഥലത്ത് പോയി എന്തൊക്കെ ഡയലോഗുകളാണ് ഇവിടെ നടത്തിയത്. എന്നിട്ട് സ്വന്തം പെറ്റമ്മയെ ഇത്രയും പേർ ഇരിക്കുന്ന ഒരു പാർലമെന്റിൽ വെച്ച് ആക്ഷേപിച്ചപ്പോൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി കൈകൂപ്പി നിൽക്കുന്ന ആ ഭവ്യതയ്ക്ക് ആദ്യ നമസ്കാരം. പക്ഷെ എപ്പോഴും ഈ അരി അങ്ങോട്ട് വേവുന്നില്ല. കേരളത്തിൽ കുറേ PSC എഴുതി റാങ്ക് ലിസ്റ്റിൽ വന്നിട്ടും ജോലി കിട്ടാത്ത ഉദ്യോഗാർത്ഥികളുണ്ടായിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ പിണറായിയുടെ മൂക്കിനു താഴെ സമരം ചെയ്ത ചരിത്രമുണ്ടായിരുന്നു. ബ്രിട്ടാസ് അറിഞ്ഞു കാണുമോ എന്നറിയില്ല. അന്നവർ കണ്ണുനീരോടെ ദിവസങ്ങളോളം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഈ പറയുന്ന പിണറായി വിജയന്റെ മുഖതാവിൽ ഒന്ന് കാര്യമുണർത്തിക്കാൻ വേണ്ടി കാത്തുകെട്ടി കിടന്നിട്ടുണ്ട്. ഉപ്പുകല്ലിൽ ഒറ്റക്കാലിൽ തപസ്സു ചെയ്തു. അപ്പോഴൊക്കെ ബ്രിട്ടാസിന്റെ അനുയായികൾ അല്ലെങ്കിൽ മേലാളന്മാരായിരിക്കുന്ന പിണറായിയും കൂട്ടരും ഉൾപ്പെടുന്ന കമ്മികൾ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വഴി പാർട്ടിയിൽ മെമ്പർഷിപ്പ് ഉള്ളവരെ മുഴുവൻ സർക്കാർ ഉദ്യോഗത്തിലേക്ക് തിരികെ കയറ്റുന്ന തിരക്കിലായിരുന്നു. ബ്രിട്ടാസിനോടൊന്ന് ചോദിച്ചോട്ടെ, കൃത്യമായ റാങ്ക് ലിസ്റ്റിൽ വരാതെ പാർട്ടി മെമ്പർഷിപ്പും പാർട്ടി അനുഭാവിയുമായതുകൊണ്ട് മാത്രം എത്ര ആൾക്കാരാണ് ഇന്ന് സർക്കാർ സർവീസിൽ കേരളത്തിലിരിക്കുന്നത്? ആരുമില്ല എന്ന് പറഞ്ഞാൽ ഓരോ ഓഫീസിലും കയറിയിറങ്ങി കൃത്യമായ കണക്കുകളും രേഖകളും വിവരാവകാശ രേഖകളും എടുത്ത് മുന്നിൽ നിർത്തി ചോദിക്കട്ടെ, ബ്രിട്ടാസിന് ഉത്തരമുണ്ടാകുമോ? ബ്രിട്ടാസിനെ ഇന്ന് കണക്കിന് കൊടുത്ത് വാരിയിട്ട് അലക്കിയിരിക്കുകയാണ് കിരൺ റിജിജു. കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും CPM MP ജോൺ ബ്രിട്ടാസും തമ്മിൽ രാജ്യസഭയിൽ രൂക്ഷമായ വാക്പോരാണ് ഉണ്ടായത്. പരീക്ഷകളിലെ ക്രമക്കേടുകൾ തടയുന്നതിനുള്ള പുതിയ നിയമവുമായി ബന്ധപ്പെട്ടും പരീക്ഷാ വിവാദങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾക്കിടയിലാണ് ഈ ഏറ്റുമുട്ടലുണ്ടായത്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കും പ്രതിഷേധക്കാർക്കുമെതിരെ സർക്കാർ സ്വീകരിക്കുന്ന കർശന നടപടികളെ ജോൺ ബ്രിട്ടാസും പ്രതിപക്ഷ നേതാക്കളും ശക്തമായി വിമർശിച്ചു. ഭരണകൂടം ജനാധിപത്യപരമായ വിയോജിപ്പുകളെ അടിച്ചമർത്തുകയാണ് എന്നാണ് അവർ ആരോപിച്ചത്. ഈ സർക്കാർ രാജ്യത്തൊരു പ്രഖ്യാപിക്കപ്പെടാത്ത അടിയന്തരാവസ്ഥയാണ് അടിച്ചേൽപ്പിച്ചിരിക്കുന്നതെന്നും രാജ്യത്തെ ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികളും വിദ്യാർത്ഥികളും പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ തെരുവിലിറങ്ങി സമരം ചെയ്യുമ്പോൾ അവരെ കേൾക്കാൻ തയ്യാറാകാതെ പോലീസിനെ ഉപയോഗിച്ച് മൃഗീയമായി നേരിടുകയാണ് ഭരണകൂടമെന്നും ഡൽഹിയിൽ AKG ഭവനിൽ കയറി വിദ്യാർത്ഥി നേതാക്കളെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസ് ശ്രമിച്ചുവെന്നും ജനാധിപത്യപരമായ പ്രതിഷേധങ്ങളെയും ജനകീയ സമരങ്ങളെയും ഒരു ക്രമസമാധാന പ്രശ്നം മാത്രമായി ചിത്രീകരിച്ച് അടിച്ചമർത്താനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത് എന്നുമാണ് ജോൺ ബ്രിട്ടാസ് വാദിച്ചത്. കഴിഞ്ഞിട്ടില്ല, സമരങ്ങളും വിയോജിപ്പുകളുമാണ് ഒരു ജനാധിപത്യ രാജ്യത്തിന്റെ ജീവവായു എന്ന് ബ്രിട്ടാസ് പിന്നെയും പറഞ്ഞു വെച്ചു. ഇതൊക്കെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ PSC വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ PSC ഉദ്യോഗാർത്ഥികൾ സമരം ചെയ്തപ്പോൾ ബ്രിട്ടാസിന് അറിയാമായിരുന്നില്ലേ, അതോ അതിനുശേഷം പഠിച്ച തത്വങ്ങളാണോ എന്ന് പൊതുജനത്തിനോട് സംശയമുണ്ട്. അതോടെ നിൽക്കട്ടെ. സഭയ്ക്കുള്ളിൽ ക്രിയാത്മകമായ ചർച്ചകൾ നടത്തുന്നതിന് പകരം പ്രതിപക്ഷം എപ്പോഴും സമരങ്ങളും ബഹളങ്ങളും ഇഷ്ടപ്പെടുന്നവരായി മാറിയിരിക്കുകയാണെന്ന് കിരൺ റിജിജു ഇതിന് തിരിച്ചടിച്ചു. രാജ്യത്തെ പ്രതിപക്ഷത്തിന് സഭയിൽ ക്രിയാത്മകമായി സംസാരിക്കാനല്ല, മറിച്ച് എപ്പോഴും സമരങ്ങളും ബഹളങ്ങളും സംഘടിപ്പിക്കുന്നതിലാണ് താല്പര്യമെന്നും പരീക്ഷാ തട്ടിപ്പുകളും പേപ്പർ ചോർച്ചയും തടഞ്ഞ് ലക്ഷക്കണക്കിന് യുവാക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ പാർലമെന്റിൽ വന്ന് ചർച്ചകളിൽ പങ്കെടുത്ത് ശക്തമായ ഒരു നിയമനിർമ്മാണം നടത്തുന്നതാണോ അതോ തെരുവിലും സഭയിലും നിരന്തരം തടസ്സങ്ങൾ സൃഷ്ടിച്ച് സമരം നടത്തുന്നതാണോ നല്ലത്? ജനാധിപത്യത്തെക്കുറിച്ചും അവകാശങ്ങളെക്കുറിച്ചും സംസാരിക്കുന്ന പ്രതിപക്ഷം 1975 കോൺഗ്രസ് ഭരണകാലത്ത് രാജ്യം കണ്ട യഥാർത്ഥ അടിയന്തരാവസ്ഥയും പൗരന്മാരുടെ അവകാശങ്ങൾ അടിച്ചമർത്തിയ ചരിത്രവും മറന്നുപോകരുത്. സർക്കാർ ഇവിടെ പാർലമെന്ററി പ്രക്രിയയിലൂടെ നിയമപരമായ പരിഹാരത്തിലാണ് ശ്രമിക്കുന്നത് എന്നും റിജിജു തിരിച്ചടിച്ചു. രാഷ്ട്രീയത്തിൽ പ്രസംഗങ്ങൾക്കുള്ള വില എത്രയോ വലുതാണ്, എന്നാൽ അതിലും വലിയ വില പ്രവർത്തനങ്ങൾക്കാണ്. ഒരു ജനപ്രതിനിധി പാർലമെന്റിൽ പറയുന്ന ഓരോ വാക്കും ജനങ്ങൾ കേൾക്കും. അതുപോലെ തന്നെ സ്വന്തം സംസ്ഥാനത്ത് മൗനം പാലിക്കുന്ന ഓരോ വിഷയവും ജനങ്ങൾ ശ്രദ്ധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മൂലധനം പ്രസംഗശേഷിയല്ല, നിലപാടിലെ സ്ഥിരതയാണ്. രാജ്യസഭയിൽ ജോൺ ബ്രിട്ടാസ് നടത്തിയ സമീപകാല ഇടപെടൽ വീണ്ടും ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വിദ്യാർത്ഥി വിഷയങ്ങളും ജനാധിപത്യ അവകാശങ്ങളും ദേശീയ തലത്തിൽ ശക്തമായി ഉന്നയിക്കുമ്പോൾ വിമർശകർ ചോദിക്കുന്ന ചോദ്യം വളരെ ലളിതമാണ്. ഇതേ അളവുകോൽ കേരളത്തിലെ വിഷയങ്ങൾക്കും ബാധകമായിരുന്നു.
കേരളത്തിൽ കഴിഞ്ഞ വർഷങ്ങളിൽ PSC നിയമനങ്ങൾ, റാങ്ക് ലിസ്റ്റുകൾ, നിയമന കാലതാമസം, വിവിധ വിഭാഗങ്ങളിലെ ഉദ്യോഗാർത്ഥികളുടെ പ്രതിഷേധങ്ങൾ, പിൻവാതിലിലൂടെ തിരികെ കയറ്റൽ എന്നിവ വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു. സെക്രട്ടേറിയറ്റിന് മുന്നിൽ ദിവസങ്ങളോളം സമരം നടത്തിയ ഉദ്യോഗാർത്ഥികളുടെ ചിത്രങ്ങൾ പൊതുസമൂഹം മറന്നിട്ടില്ല. റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും നിയമനം ലഭിക്കാത്തതിനെതിരെ നിരവധി യുവാക്കൾ നിരാശയും പ്രതിഷേധവും പ്രകടിപ്പിച്ചു. ഈ വിഷയങ്ങൾ പ്രതിപക്ഷം സർക്കാരിനെതിരെ ശക്തമായി ഉന്നയിക്കുകയും ചെയ്തു. ഇടതുപക്ഷ സർക്കാർ ഇതിന് മറുപടിയായി നിയമനങ്ങൾ ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ പാലിച്ചാണ് നടക്കുന്നതെന്നും ഒഴിവുകൾ ലഭിക്കുന്നതിനനുസരിച്ചാണ് നിയമനം നടത്തുന്നതെന്നും വാദിച്ച് ജയിച്ചു. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിനു ശേഷം PSCയിലെ ക്രമക്കേടുകൾ ഒന്നും രണ്ടുമല്ല തുറന്നു കാണിച്ചിരിക്കുന്നത് എന്നുകൂടി ഇതിനോടൊപ്പം കൂട്ടി വായിക്കണം. അതേസമയം പ്രതിപക്ഷം നിയമന വേഗത, ഒഴിവുകളുടെ റിപ്പോർട്ടിംഗ്, ഭരണപരമായ തീരുമാനങ്ങൾ എന്നിവയെ ചൂണ്ടിക്കാട്ടി അന്ന് വിമർശനം തുടർന്നിരുന്നു. ഈ അഭിപ്രായ ഭിന്നത ഇന്നും രാഷ്ട്രീയ ചർച്ചകളിൽ തുടരുകയാണ്. ഇവിടെയാണ് മറ്റൊരു രാഷ്ട്രീയ ചോദ്യം ഉയരുന്നത്. ദേശീയ തലത്തിൽ വിദ്യാർത്ഥി അവകാശങ്ങൾക്കായി ശബ്ദമുയർത്തുന്ന നേതാക്കൾ സ്വന്തം സംസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെയും ഉദ്യോഗാർത്ഥികളുടെയും പ്രതിഷേധങ്ങൾ ഉയർന്നപ്പോൾ അതേ ആവേശത്തോടെയോ അതേ വിമർശനാത്മക നിലപാടോടെയോ ആണോ പ്രതികരിച്ചിരുന്നത്? ഇതൊരു വ്യക്തിയെ മാത്രം ലക്ഷ്യമിട്ടുള്ള ചോദ്യമല്ല. ഇനി അങ്ങനെയാണെങ്കിൽ പോലും ജോൺ ബ്രിട്ടാസ് PSC ഉദ്യോഗാർത്ഥികളുടെ വിഷയത്തിൽ എത്ര പ്രാവശ്യം പിണറായിയോട് ഇതേ ചോദ്യം ചോദിച്ചു? പിണറായിയോട് ആ ഉദ്യോഗാർത്ഥികളെ ഒന്ന് കാണാനെങ്കിലും തയ്യാറാകണമെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു? അധികാരത്തിലിരിക്കുന്ന എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ബാധകമായ ചോദ്യമാണിത്. പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉയർത്തുന്ന മാനദണ്ഡങ്ങൾ അധികാരത്തിലെത്തിയ ശേഷവും അതേപടി പാലിക്കപ്പെടുന്നുണ്ടോ എന്നതാണ് ജനങ്ങൾ വിലയിരുത്തുന്നത്. ജനാധിപത്യത്തിൽ പ്രതിഷേധം ഒരു അവകാശമാണ്. എന്നാൽ അതിനെ വിലയിരുത്തുന്ന സമീപനവും ഒരേപോലെ ആയിരിക്കണം. ഒരു സംസ്ഥാനത്ത് നടക്കുന്ന പ്രതിഷേധം ജനാധിപത്യത്തിന്റെ ശബ്ദമാണെന്നും മറ്റൊരു സംസ്ഥാനത്ത് അതേ രീതിയിലുള്ള പ്രതിഷേധം രാഷ്ട്രീയ നാടകമാണെന്നും പറയുന്നത് ജനങ്ങൾ അംഗീകരിക്കാൻ പ്രയാസപ്പെടും. അതുകൊണ്ടാണ് രാഷ്ട്രീയ വിശ്വാസ്യതയ്ക്ക് ഏറ്റവും വലിയ പരീക്ഷണം നിലപാടിലെ ഏകീകരണമാകുന്നത്. കേരളത്തിലെ PSC ഉദ്യോഗാർത്ഥി സമരങ്ങൾക്കിടെ നിരവധി മനുഷ്യരുടെ കഥകൾ പുറത്തു വന്നു. പരീക്ഷ ജയിച്ചിട്ടും നിയമനം ലഭിക്കാതെ വർഷങ്ങളോളം കാത്തിരുന്നവർ, പ്രായപരിധി കടന്നുപോയവർ, കുടുംബത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടിയവർ, ഇവരുടെ എല്ലാം അനുഭവങ്ങൾ വലിയ സാമൂഹിക ചർച്ചകൾക്ക് വഴിവെച്ചു. അതേസമയം സർക്കാർ ഒഴിവുകൾ, നിയമന നടപടിക്രമങ്ങൾ, സാമ്പത്തിക പരിമിതികൾ തുടങ്ങിയ കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി നിലപാട് വിശദീകരിക്കുകയും ചെയ്തു. ഇത്തരം സാഹചര്യങ്ങളിൽ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വം ഇരട്ടിയാണ്. ദേശീയ വിഷയങ്ങളിൽ സംസാരിക്കുന്നത് പോലെ സ്വന്തം സംസ്ഥാനത്തെ പ്രശ്നങ്ങളിലും സംസാരിക്കാൻ ആർജവം ഉണ്ടാകണം, തണ്ടലുണ്ടാകണം. കാരണം ജനങ്ങൾ പാർട്ടിയുടെ പ്രതിനിധിയെ മാത്രമല്ല പൊതുജനത്തിന്റെ പ്രതിനിധിയാണ് തിരഞ്ഞെടുക്കുന്നത്. അതേസമയം രാഷ്ട്രീയ വിമർശനങ്ങൾ വസ്തുതകളെ അടിസ്ഥാനമാക്കിയുമായിരിക്കണം. തെളിവില്ലാത്ത ആരോപണങ്ങൾ ജനാധിപത്യ സംവാദത്തെ ദുർബലമാക്കുകയുള്ളൂ. അതുപോലെ തന്നെ ന്യായമായ ചോദ്യങ്ങളെ രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് തള്ളിക്കളയുന്നതും ആരോഗ്യകരമായ സമീപനമല്ല. ജനാധിപത്യത്തിന്റെ ശക്തി ചോദ്യങ്ങൾ കേൾക്കുന്നതിലും മറുപടി പറയുന്നതിലുമാണ്. ഇന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നത് ഏറ്റുമുട്ടലല്ല, ഉത്തരവാദിത്വമാണ്. ദേശീയ വേദിയിൽ ഉയരുന്ന ഓരോ വാക്കും സ്വന്തം സംസ്ഥാനത്തെ പ്രവർത്തനങ്ങളുമായി പൊരുത്തപ്പെടണം. അതാണ് ഒരു ജനപ്രതിനിധിയുടെ വിശ്വാസ്യതയുടെ യഥാർത്ഥ അളവുകോൽ. അതുകൊണ്ട് ഈ വിവാദത്തിന്റെ കേന്ദ്രബിന്ദു ഒരാളല്ല, രാഷ്ട്രീയത്തിലെ സ്ഥിരതയും ഉത്തരവാദിത്വവുമാണ്. ജനങ്ങൾ വിധിക്കുന്നത് ആരാണ് കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുന്നതെന്ന് നോക്കിയല്ല, ആരാണ് കൂടുതൽ സ്ഥിരതയോടെ പ്രവർത്തിച്ചതെന്ന് നോക്കിയാണ്. രാഷ്ട്രീയത്തിന്റെ യഥാർത്ഥ പരീക്ഷണവും അതുതന്നെയാണ്. വാക്കുകളും പ്രവർത്തനങ്ങളും ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോഴാണ് ജനാധിപത്യം ശക്തിപ്പെടുന്നത്. അതാണ് എല്ലാ ജനപ്രതിനിധികൾക്കും മുന്നിലുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വവും ഏറ്റവും വലിയ വെല്ലുവിളിയും. തിരുത്തുന്നെങ്കിൽ ബ്രിട്ടാസ് ആദ്യം അത് തുടങ്ങേണ്ടത് പിണറായിയിൽ നിന്നാണ്, സ്വന്തം പാർട്ടിയിൽ നിന്നാണ്.